വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം സുപ്രധാനമായ വഴിത്തിരിവിൽ. ഡ്രൈവർ അർജുന്റെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് വയലിനിസ്റ്റ് ബാലഭാസ്കറിനും ഭാര്യ ലക്ഷ്മിക്ക് മുൻപേ തന്നെ അറിയാമായിരുന്നുവെന്നാണ് CBI അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അർജുനെ ഡ്രൈവറായി നിയമിക്കുന്നതിനെ തുടക്കത്തിൽ തന്നെ ലക്ഷ്മി എതിർത്തിരുന്നുവെന്നും CBI അന്വേഷണ റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് പ്രമുഖ വാർത്താ മാധ്യമമായ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അർജുൻ അറസ്റ്റിലായതോടെ ബാലഭാസ്കറിന്റെ മരണത്തിന് സ്വർണ്ണ റാക്കറ്റുമായി ബന്ധമുണ്ടെന്ന ചർച്ചകൾ ഉയരുന്നതിനിടയിൽ CBI റിപ്പോർട്ടിലെ സുപ്രധാനമായ വിശദാംശങ്ങൾ കൂടി പുറത്തുവിടുന്നത്. ബാലഭാസ്കറുടെ വാഹനം അപകടത്തിൽപ്പെട്ടപ്പോൾ കാർ ഓടിച്ചിരുന്ന അർജുൻ K. നാരായണനെ പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസിൽ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിനു പിന്നാലെ ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് റാക്കറ്റിന് ബന്ധമുണ്ടെന്ന ആരോപണം വീണ്ടും ശക്തമാവുകയാണ്. ഇന്നലെ ബാലഭാസ്കറിന്റെ പിതാവ് KC ഉണ്ണിയും ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിനോ മറ്റാർക്കെങ്കിലുമോ ബന്ധമുള്ളതായി കണ്ടെത്താനായില്ലെന്നാണ് CBI കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. എന്തായാലും ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി CBIക്ക് നൽകിയ മൊഴിയിലാണ് ഇപ്പോൾ നിർണായകമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. എന്റെ ഭർത്താവ് അർജുനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് ഡ്രൈവറായി ജോലി നൽകാനാണ്. ചെറുപ്പുളശ്ശേരി പോലീസിൽ രജിസ്റ്റർ ചെയ്ത ATM മോഷണ കേസിൽ അർജുന് പങ്കുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതിനാൽ ഞാൻ അർജുനെ ഡ്രൈവറായി നിയമിക്കുന്നതിനെ എതിർത്തു. എന്നാൽ സ്വയം തിരുത്താനുള്ള ശ്രമത്തിലാണ് അർജുനെന്നും നല്ല വ്യക്തിയാണെന്നും പറഞ്ഞ് ബാലു എന്റെ അഭ്യർത്ഥന നിരസിച്ചുവെന്നാണ് CBIക്ക് നൽകിയ മൊഴിയിൽ ലക്ഷ്മി പറയുന്നത്. അപകട സമയത്ത് താനാണ് കാർ ഓടിച്ചിരുന്നതെന്ന് ഡ്രൈവർ അർജുൻ ആദ്യം സമ്മതിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇത് തിരുത്തി ബാലുവാണ് കാർ ഓടിച്ചതെന്നാണ് അർജുൻ പറഞ്ഞത്. ഇത് ശരിയല്ല, ബാലുവാണ് ഡ്രൈവ് ചെയ്തതെന്നും അപകടത്തിൽ പരിക്കേറ്റ തനിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് അർജുൻ തൃശൂരിലെ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണലിൽ ഹർജി നൽകിയെന്നാണ് അറിഞ്ഞതെന്നും ലക്ഷ്മിയുടെ മൊഴിയിൽ പറയുന്നു. ശാസ്ത്രീയ തെളിവുകൾ തള്ളിയിട്ടും പരസ്പര വിരുദ്ധമായ മൊഴികൾ തുടർച്ചയായി പുറപ്പെടുവിച്ച അർജുന്റെ ഉദ്ദേശം അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിഗണിക്കേണ്ടതായിരുന്നുവെന്നും ബാലഭാസ്കറിന്റെ കുടുംബം പറയുന്നു. അർജുന്റെ പങ്കാളിത്തം അന്വേഷിക്കുന്നതിൽ CBI ദയനീയമായി പരാജയപ്പെട്ടുവെന്നും കുടുംബം ദി ന്യൂ ഇന്ത്യ എക്സ്പ്രസിനോട് പ്രതികരിച്ചു. ഇക്കാര്യത്തിൽ ലത, ലക്ഷ്മി, വിഷ്ണു, പ്രകാശ് തമ്പി തുടങ്ങിയവരുടെ മൊഴികൾ വസ്തുതകളെ ശരിവെക്കുന്നതാണെന്നും CBI റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതേസമയം ബാലഭാസ്കറിന്റേത് അപകടമരണമല്ലെന്നും കൊലപാതകം തന്നെയാണെന്നും ആവർത്തിച്ച് പിതാവ് CK ഉണ്ണി കഴിഞ്ഞ ദിവസമാണ് പ്രതികരണവുമായി രംഗത്തെത്തിയത്. ബാലഭാസ്കറിന്റെ മരണത്തിൽ ഇതുവരെ തൃപ്തികരമായ അന്വേഷണം നടന്നിട്ടില്ല. എവിടെയും തൊടാത്ത റിപ്പോർട്ടാണ് CBI നൽകിയത്. കള്ളക്കടത്ത് സംഘത്തിന്റെ സമ്മർദ്ദത്തിന് CBIയും വഴങ്ങിയെന്ന് വേണം മനസ്സിലാക്കാൻ. അർജുൻ നേരത്തെ തന്നെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പെരിന്തൽമണ്ണയിലെ ജ്വല്ലറി ഉടമയിൽ നിന്ന് സ്വർണം കവർന്ന കേസിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ അറസ്റ്റിലായ സാഹചര്യത്തിലായിരുന്നു പിതാവ് ഉണ്ണിയുടെ പ്രതികരണം. ബാലഭാസ്കറിനെ കൊലപ്പെടുത്തിയത് സ്വർണ്ണക്കടത്ത് സംഘമാണ്. വിഷ്ണു, തമ്പി തുടങ്ങിയ ആളുകളാണ് ഇതിന് പിന്നിൽ. കുറച്ചുകാലം ഇവർ ജയിലിലായിരുന്നു. പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങി. രാമൻ പിള്ളയാണ് ഇവർക്ക് വേണ്ടി കേസ് നടത്തുന്നത്. സ്വർണ്ണക്കടത്ത് പോലുള്ള സംഭവങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇവരെല്ലാം വലിയ പിടിപാടുള്ള ആളുകളാണെന്നും ബാലഭാസ്കറിന്റെ പിതാവ് കുറ്റപ്പെടുത്തിയിരുന്നു. ബാലുവിന്റെ മരണത്തിൽ ഹൈക്കോടതി 20 പ്രധാനപ്പെട്ട സംശയങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് തുടർ അന്വേഷണത്തിന് ഉത്തരവിട്ടതും. എന്നാൽ ഈ സംശയങ്ങൾക്ക് മേൽ CBI അന്വേഷിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ഇനിയും പുറത്തു വന്നിട്ടില്ല. ഈ സംശയങ്ങളിൽ വ്യക്തമായ തെളിവൊന്നും CBIക്ക് കിട്ടിയിട്ടില്ലെന്നാണ് ഇതുവരെയും ലഭിക്കുന്ന സൂചനകൾ. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.